വെളിച്ചത്തിലൂടെ ഖബറിലും സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം ദുനിയാവിലല്ല, സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. ഇരുന്നാ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇരിക്കൂ. ഞാൻ എന്റെ അനാരോഗ്യം മറന്ന് പ്രസംഗിക്കുകയാണ്. കാരണം എനിക്കത്ര സന്തോഷമുള്ളത് കൊണ്ട്. ചുമച്ചിട്ടൊന്നും വകവെക്കാതെ ഞാൻ പോവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്ന് നെഞ്ചിലിറങ്ങി ഒരു ഖുർആനിക സമൂഹം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപങ്ങളെ, ഈ ഖുർആൻ പഠിക്കാൻ നമുക്ക് അറബി പോലും അറിഞ്ഞൂടാ. അറിയോ? ഗൾഫിൽ പോകാൻ നമ്മൾ അറബി പഠിക്കും. ഖുർആൻ ഓതാൻ അറബി മുന്നേ വരെ പഠിച്ചിട്ടില്ല. ഗൾഫിൽ പോകാൻ അറബി കുത്തിയിരുന്ന് പഠിച്ചത്ര ആളുകളുണ്ട്. അവിടെ പോയി മുറി അറബിയൊക്കെ ആദ്യമായിട്ട് പയ്യൻ ഗൾഫിൽ പോയി അറബി ഒന്ന് സാധനം ചോദിച്ചു, കംറിയാൻ അറബിയാൻ. അപ്പൊ അറബികൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ സാധാരണ കടയിൽ ചോദിച്ചിട്ട് വില എത്ര 750 രൂപ, അവസാനം എത്ര വയ്ക്കരുത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അവസാനം എത്ര വയ്ക്കരുത്. അതേപോലെ അറബികൾക്കൊരു ചോദ്യമുണ്ട്, കംറിയാൻ അറബിയാൻ. ആഹ്റിക്കലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആഹ്റിക്കലാന്ന് പറഞ്ഞാൽ അവസാനം. പയ്യൻ പോയിരുന്നു മലയാളി അത് അറബി ചെറുക്കം വന്നു, എത്ര റിയാൽ? കംറിയാൻ അറബിയാൻ. മലയാളി പയ്യനോട് ചോദിച്ചു, അവൻ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകെ അവൻ അറിയാവുന്ന അറബിയാണ്. മോനെ പഠിക്കും, സഹോദരിമാരെ പഠിക്കും. ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് കഴിയും. അതിനുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. എൻ മകനേതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിനി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ നിന്തറവാട്ടമ്മ അന്യ ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതന് വക്രത്തിൽ നിന്നു പഠിക്ക വേണം. ഒക്കെ മാക്കാനേ ഉള്ളൂ. ഏത് മന്ത്രവും ഏത് വേദവും പറയല്ലേ, ഏതൊരു മന്ത്രവും ഏത് വേദവും അവന്റെ ഹൃദയത്തിൽ പഠിക്കണമെങ്കിൽ അവനവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പഠിച്ചിട്ട് ഓതിയ ഹൃദയത്തിൽ ഇറങ്ങൂല. അത് അറബിയിൽ അതേ സ്ഫുടതയോടെ തജ്വീദോടെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മൾ ഈ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം. എന്ത് വിടണം? മത്സരം വിടണം. ഞാൻ ഏത് വലിയ രാജാവാണെങ്കിലും ഈ മത്സരം വിട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഖുർആൻ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് ഉറുമ്പെന്ന്. സൂറത്തിന്റെ പേര് ഉറുമ്പ്. സൂറത്തിൽ നംല്. ശരി, ഞാൻ ഇത് സമയമൊന്നും അധികമില്ല. സൂറത്തിൽ നംലിൽ 1-2 കാര്യം പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അഭ്യുദയാംശമായിട്ട് ഞാൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നീട് പറയാം. സൂറത്തിൽ നംല് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൗരയൂഥം മിൽക്കി വേ 10,000 കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ നിസ്സാരക്കാരനായ ഉറുമ്പിന്റെ പേര്, കാണാൻ പോലും കഴിയാത്ത ഉറുമ്പ്, സൂറത്തുൻ നംല്, ഉറുമ്പിന്റെ പേര് ഖുർആനിൽ കൊടുത്തു. ഉറുമ്പിന് എന്ത് കാര്യം? ഉറുമ്പിനെ കണ്ട് പഠിക്കണം മനുഷ്യൻ. നീ ആരടാ? നീ ആരടാ? നിങ്ങളല്ല കേട്ടോ. നീ ആരടാ? ഉറുമ്പിനെ കണ്ട് പഠിക്കും. നമുക്ക് മത്സരം. ആരടാ? ഞാനാ സുൽത്താൻ, ഞാനാ രാജാവ്, ഞാനാണ് അധികാരി, എനിക്കപ്പുറത്തോട്ട് പിന്നെ ലോകമില്ല. നീ ആരെ കണ്ടിട്ടാടാ? കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തീരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാ ഫിറഔൻ. ആ ഫിറഔൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ മലന്ന് കിടത്തുന്നു. കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തീരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാ ഫിറഔൻ. മൂസാ നബി പറഞ്ഞു ചെയ്യരുത്. അല്ലാഹുവിനെ വെല്ലുവിളിച്ച ഫിറഔൻ എവിടെ പോയി? നമ്മുടെ അഹങ്കാരം മാത്രം ഒന്ന് മനസ്സിൽ നിന്ന് വെച്ചാൽ മതി. എവിടെ പോയി ഫിറഔൻ? അന റബ്ബുക്കുമുൽ അഅ്ല. ആരാണ് മൂസാ? അല്ലാഹു വിളിച്ചു. അപ്പൊ മൂസാ നബി പറഞ്ഞു, അല്ലദീ അൻസല മിനസ് സമാഇ മാഅ. ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നവനാ എന്റെ അല്ലാഹ്. പൊട്ടിച്ചിരിച്ചിട്ട് ഫിറഔൻ പറഞ്ഞു, മൂസാ എന്നാ നിന്റെ അല്ലാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? മഴ പെയ്യിക്കണമെങ്കിൽ നിന്റെ അല്ലാഹ്ക്ക് ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? നിങ്ങൾ മനസ്സിലെ കൽബിനെ കേട്ടു. പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ഖുർആൻ അത് മാറ്റാനാവുന്ന ഈ ഭാവം. ഞാൻ ആരാ? നീ ആരടാ? കിടമേ പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല കൊട്ട പറനിന്റുടൽ കണ്ട് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടില്ല? ഈ പാട്ട് കേട്ടിട്ടില്ല? ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാന്ന് കേട്ടിട്ടില്ലല്ലോ. അത് സുക്കൂനായതല്ല കാത്ത് കസറാണ് പറയാൻ പറ്റില്ല. അമ്പത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറവാന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും മനുഷ്യന്റെ മുമ്പിൽ? ഇങ്ങോട്ട് നോക്ക് മോനെ, പഠിക്കണം. ഇതെന്താ? ഇത് ഖുർആനാണ്. ഇത് ഖുർആനാണിത്. ഖുർആൻ. ഷുജായി മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് വഫാത്തായി കിടപ്പുണ്ട് ഇപ്പോഴും മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞാണ്, എടാ പൊട്ട, നീ ആരെടാ പൊട്ട, നീ മുന്തുള്ളി ഫിഞ്ചോരെ കട്ട പിന്നീന്ന് കാഷ്ടം. പഴയ ഉമ്മമാര് പാടി പിടിച്ചിട്ടുണ്ട്. പഴയ ഉമ്മമാരുണ്ടോ ഇവിടെ? സഫലമാല എന്ന് പറയുന്നത്, സഫലമാല. ഇപ്പൊ എവിടെ മാല ഓതാൻ? എവിടെ മാല ഓതാൻ? മാല ഓതിയാൻ പോയില്ലേ? എവിടെ മാല മോനെ? ഇതാണ് മാല. പണ്ടത്തെ ഉമ്മമാര് പാടും. ഇപ്പോഴത്തുമാര് 98 വയസ്സായി 2 സീസിങ്ങൾ അടയ്ക്കാനാണ്. എന്നാലും ഉമ്മമാർക്ക് അത് അറിഞ്ഞുകൂടാ. പഴയ എന്റെ ഉമ്മ ഇത് പാടി തന്നത് കേട്ടാ ഞാൻ പഠിച്ചു. എന്താ ഇത്? ഖുർആനാണ്. ഖുർആനാണ്. എടാ പൊട്ട, നീ എന്ത് കണ്ടിട്ടടാ അഹങ്കരിക്കണ? നീ ആരെടാ പൊട്ട, നീ മുന്തുള്ളി ഫിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട. എടാ നീ ഉമ്മാടെ ഉമ്മ വാപ്പാടെ ആര് തൊടാനറയ്ക്കുന്ന കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചതല്ലേടാ മനുഷ്യ. ഇപ്പൊ നിന്നെ സൃഷ്ടിച്ചിട്ട് നീ ഇപ്പൊ ആരാ? നെഞ്ചും വിരിച്ചിട്ട് അങ്ങനെ നടക്ക. ഇപ്പൊ നീ ആരാ മോനെ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട. കുറെ കാഷ്ടവൻ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റാണ്. ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നീ ആരാ? കുറെ കാഷ്ടവൻ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ്. കാന പീന സോന ഹഗ്ന. തീർന്നു, വിഷയം തീർന്നു. എന്നിട്ട് ഇങ്ങനെ നടക്ക. ഞാൻ ആരാ? ദുനിയാവിൽ ആർക്കും സുൽത്താനാവും. ദുനിയാവിലെ സുൽത്താൻ ആരാവാ? ആഖിറത്തിലെ സുൽത്താനാവാൻ പ്രശ്നം. ദുനിയാവിൽ ആർക്കുമാവും, പക്ഷേ ആഖിറത്തിലെ സുൽത്താനാവാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. എന്തിനോടാണ് ഈ മത്സരം? എന്തിനാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അധ്യായത്തിന് പേര് വെച്ച് സൂറത്തുൽ നംൽ ഉറുമ്പെന്ന് പേര് വെച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ എന്തെന്നറിയോ? മനുഷ്യ ഉറുമ്പിനെ കണ്ടുപിടിക്കുക. മനുഷ്യ ഉറുമ്പിനെ കണ്ടുപിടിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്തിൽ നിന്ന് ഉറുമ്പിനെ കണ്ടുപിടിക്കുക. എന്താണ് ഉറുമ്പിന്റെ പ്രത്യേകത എന്നറിയോ? സഹോദരങ്ങളെ, ഒരു ഉറുമ്പ് വിശന്ന് പറഞ്ഞ് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു ധാന്യമണി കണ്ടാൽ വിശപ്പുള്ളതോടുകൂടി ഉറുമ്പത് തിന്നുകയില്ല. ഉറുമ്പ് മെല്ലെ മാളത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ പട്ടിണി കിടക്കുന്ന തന്റെ കൂടപ്പുറപ്പുകൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ സഹപാഠികൾ വിളിച്ചു കൊണ്ടുവന്ന് ആ പകുതി ധാന്യമണി അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരാൾക്ക് തിന്നാനുള്ളത് ആരും അറിയാതെ ഒറ്റയ്ക്ക് തിന്നലല്ല, ഉള്ളത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഉറുമ്പിനെ, നിസ്സാരക്കാരനായ ഉറുമ്പിനെ ഒരു സൂക്തത്തിന് പേര് വെച്ചു കൊടുത്താൽ ഇത് വെറുതെയല്ല. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉറുമ്പ് തന്നെ തിന്നില്ല, നേരെ പോയി വിളിച്ചുകൊണ്ട് വരും. ഉള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കും. രണ്ടാമത് ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. സൂറത്തുൽ നംല ഞാൻ പറയുക. ഇത് കഴിഞ്ഞാൽ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞു. സൂറത്തുൽ നംലിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ശാസ്ത്ര സത്യം പറയാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു. പക്ഷെ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. എതിരെ ഒരാൾ വന്നാൽ ഉറുമ്പിന് കൂട്ടം ഒന്നും ചെയ്യില്ല. അത് മെല്ലെ ഒന്ന് ഒതുങ്ങി കൊടുക്കും. ഉറുമ്പ് മെല്ലെ ഒന്ന് ഒതുങ്ങി നിൽക്കും. മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ ഉറുമ്പും കൂട്ടം മെല്ലെ മുമ്പോട്ട് പോകും. ഈ ഉറുമ്പിന്റെ സ്വഭാവം മനുഷ്യൻ നിനക്കില്ലാത്തതെന്താ, നീ ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് 100-ലധികം ആയത്തുകളുള്ള ഒരു സൂക്തത്തിന് ഉറുമ്പിന്റെ പേര് കൊടുത്തു. ഇതൊരു ദൈവിക രംഗത്തിനെ കഴിഞ്ഞു. ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സിലായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ മഹല്ല് രക്ഷപ്പെടുമായിരുന്നു. എന്തിനേറെ ഭാര്യയും ഭർത്താവും രക്ഷപ്പെടുമായിരുന്നു. ഭർത്താവ് ഇങ്ങോട്ട് വന്നു, ഭാര്യ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ ഭർത്താവ് ഇങ്ങനെ വന്ന ഭാര്യ ഉറുമ്പിന്റെ സ്വഭാവം പഠിക്കുക. ഇത് വെറുതെ ഒരു സൂറത്തിൽ പേര് വെച്ചല്ല. ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാര്യയും ഭർത്താവും ജീവിക്കണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പയും മകനും തമ്മിലുണ്ടാവണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മഹല്ല് നന്നായിട്ട് പോകണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. കൂടെ പുറപ്പുകൾ നന്നായി പോകണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ.
അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. സൂറത്തുൽ ഹദീദ്. ഒരു സൂറത്തിന്റെ പേര് ഇരുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആനിൽ സൂറത്താണ്. പഠിക്കുന്ന നന്നായിട്ട് ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക. യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോൾ ഇരുമ്പ് വെക്കാവോ? ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി അല്ലെ, സാധാരണ ഭാഷ ആക്രി, വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോകത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കേണ്ട. ഖുർആനിന്റെ സൂറത്തിന്റെ പേര് പറയും ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതകം. ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തുൽ ഹദീദ്. നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ്. എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകതയില്ല. ആർക്കെങ്കിലും പറയാം ഇരുമ്പിന്റെ പ്രത്യേകത? ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? അതിപ്പോ ദയാനന്ദനെ കൊല്ലാനുള്ള സാധ്യത. അതായത് ലോകത്തിലുള്ള സർവ്വലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുണ്ടെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ട് മുമ്പ് അബൂജഹലിന്റെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കെടുക്കുകയാണ് വഅൻസൽനൽ ഹദീദ് وأنزلنا الحديد فيه بأس شديد ومنافع للناس. ഈ ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമല്ല ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് നീ അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. അതുകൊണ്ട് രസകരമായ ഖുർആന്റെ ഒരു കഥ ഈ സദസ്സിൽ ഞാൻ വിവരിക്കുകയാണ്. അല്ലാഹു ആ കഥ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുന്ദരമായ ഒരു കഥ. അതാണ് നിങ്ങൾക്ക് താല്പര്യം. സീരിയലിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ്. മോനെ ഖുർആൻ പറയാത്തതൊന്നുമില്ല. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടേണ്ടത് ആരാണ്? ഉമ്മയോ ഉപ്പയോ? ഉപ്പയോ? അതൊന്നും പുലത്തിൽ കുഞ്ഞപ്പിള്ളാട് പറഞ്ഞാൽ മതി. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടണം. ഉപ്പയും ഉമ്മയും തമ്മിൽ തർക്കമായി. ആരുടെ പേരാണ് മുന്തിക്കേണ്ടത്? ഖുർആൻ. തന്റെ മകളെ പ്രസവിച്ചപ്പോ ഹന്നാ ബീവി പറഞ്ഞു, ഞാൻ ഇവൾക്ക് മറിയമെന്ന് പേരിടുകയാണ്. വാപ്പ ഇല്ലാത്തത് മരിച്ചത് കൊണ്ടാണ് തഫ്സീറിലുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഉമ്മയുടെ പേരിനാണ് ഔലവിയത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. വാക്കവിയല്ലാതെ വേറെ പറഞ്ഞിരുന്നത് ഉമ്മന്റെ പേര്, ഉമ്മന്റെ ഫാക്ടറിയുടെ പേര്. ഇനി സമയത്തുക മറിയം. മോനെ ഇങ്ങനെ 3 നേരം തിന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങലല്ലാതെ ഖുർആൻ ഇടയ്ക്ക് ഓതി പഠിക്കാൻ വേണ്ടി തയ്യാറാവും. ഇങ്ങനെ ഇമാതിരി ഈ പൊരിച്ച കോഴിയും ചപ്പാത്തിയും മറ്റേ ആ തവാഫിയുടെ കോഴിയും അങ്ങനെ കറങ്ങുന്ന കോഴിയുണ്ടല്ലോ, ആ തവാഫിയുടെ കോഴിയും തിന്നിട്ട് ശരി 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 നിങ്ങൾ നോക്ക്. വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം? ഏത്? കാലാവസ്ഥ ഒന്നുമില്ല. എന്റെ ചോദ്യം ഒറ്റ ചോദ്യം. ഉസ്താദ്മാരെ ചോദിക്കരുത്. വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജ് ആണോ നല്ല ഭക്ഷണം? പറ. കുറെ ഭാഗം നമ്മൾ പറഞ്ഞത് ഇതിങ്ങനെ ഒരു വാതിരിക്കട്ടെ. വെജിറ്റേറിയൻ. കാരണം എന്താ? ഡോക്ടർമാർ പറയും കോഴി തിന്നരുത്, അറ്റാക്ക് ഉണ്ടാവും. ഇറച്ചി കൂടുതൽ തിന്നരുത്. കൊളസ്ട്രോളുമായിട്ട് പോയാൽ പറയും ഇറച്ചി തിന്നരുത്, ഇച്ചിരി കുറയ്ക്കണം എന്ന് പറയും. പക്ഷേ നോൺ വെജ് ആണ് ഏറ്റവും നല്ല ഭക്ഷണം. ഏറ്റവും നല്ല ഭക്ഷണം എന്നാര് പറഞ്ഞു? ഖുർആൻ. എന്നാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൂസാ നബി ബനൂ ഇസ്രായേലുമായി കടന്നു പോകുമ്പോ അവര് പറഞ്ഞു, മൂസാ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞപ്പോ കാടപ്പച്ചിയുടെ ഇറച്ചിയും കട്ടിച്ചേനും അല്ലാഹു നൽകി. അത് തിന്നപ്പോഴാണ് ബനൂ ഇസ്രായേൽ പറഞ്ഞത്, അല്ലാഹു മൂസാ നബിയെ ഞങ്ങൾക്ക് ഇത് വേണ്ട.
ഞങ്ങൾക്ക് ഇനി പച്ചപ്പയറും ഉള്ളിയും ഗോതമ്പും വെജിറ്റേറിയൻ മതി, ഈ നോൺ വെജ് ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞപ്പോ അള്ള പറഞ്ഞു മൂസാ നബിയെ അവരോട് ചോദിച്ചു നോക്കുക, ഏറ്റവും നല്ല ഭക്ഷണം നിന്ന് നിങ്ങൾ ഏറ്റവും താഴ്ന്ന ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ? ഇറച്ചി നിന്നുകൊണ്ട് നടന്ന നിങ്ങൾ ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയന്റെ ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതെന്റെ കണ്ടുപിടുത്താണ്. ഇത് ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, ബുഖാരിയിലും മുസ്ലിമിലുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഏറ്റവും നല്ല മാംസത്തിന്റെ ഇറച്ചി നിങ്ങൾക്ക് തന്നിട്ട് അതിന് ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയനാണ് നിങ്ങൾ ചോദിക്കുക. അപ്പോ ഉസ്താദ് കോഴി തന്നൊരു അറ്റാക്ക് വരുന്നതോ? 40 ദിവസം കൊണ്ട് ഗർഭിണിയായി പ്രസവിക്കണം കോഴി തിന്നിട്ടാണ് നാടൻ കോഴി ഉപ്പാപ്പാക്ക് ഇന്ന് അവർ അറ്റാക്ക് വന്നിട്ടില്ല. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഇന്ന് അവരെ കുഴപ്പമുണ്ട്. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണ്, കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണ് അവർ. മാത്രവുമല്ല അവര് കഴിച്ച ഭക്ഷണത്തിന് ശുക്രുള്ളവരാണ്. പണ്ട് കാലത്ത് വീട്ടിൽ തേങ്ങയിട്ടാൽ ആ വീടിന്റെ കോങ്കലിൽ പടിഞ്ഞാറേ മൂലയിൽ ഒരടക്കത്തേങ്ങ തൂങ്ങിക്കിടക്കും. 400 തേങ്ങയിട്ടാൽ 10 തേങ്ങ എടുത്തതിന്റെ തൊണ്ട് ഒരൽപ്പം വലിച്ച് വീടിന്റെ കോന്തലിൽ കെട്ടിത്തൂക്കിയിടും. നബിയിലെ ഒരു 12 ആ തേങ്ങയിൽ നിന്ന് 10 തേങ്ങ എടുത്ത് അരച്ച് പായസം വെച്ച് വാപ്പയും കുടുംബാംഗങ്ങളും മൗലൂദ് കൊടുത്തു. അതുകൊണ്ട് അന്നത്തെ തേങ്ങ മണ്ടരിയില്ലാത്ത തേങ്ങയായിരുന്നു. ഇന്ന് നമ്മൾ ആ തേങ്ങ തിന്നിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ തേങ്ങ തന്നെ പോയി. പണ്ടത്തെ അവർക്ക് ഒരു തേങ്ങ കിട്ടിയാൽ ഈ പഴയ സമൂഹത്തിന് റസൂലുള്ളാഹിനെ ഓർമ്മയുണ്ടായിരുന്നു. ഇന്നത് പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യമായി പെട്ടെന്ന് ഒരു കഥ പറയുന്നതിന് ആദ്യമായി അപ്പൊ വെജാണോ നോൺ വെജാണോ ഏറ്റവും നല്ലത്? ഇനി തിരിച്ചു പറയാനെങ്കിലും ചോദിച്ചാൽ പറയോ? ഇല്ല. ഒരു രാഷ്ട്രത്തെ ലോകത്തറിയുന്നത് ജനസംഖ്യ വെച്ച ഇന്ത്യ 3 കോടി, അമേരിക്ക 84 കോടി. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ഈ 12 വയസ്സുകാരന്റെ മനസ്സിലിരുന്ന ഖുർആനാണ്. ഈ കയ്യിലിരിക്കുന്ന ആയത്താണ്. യൂനുസിനെ ഞാൻ അയച്ചത് 1,00,000 ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലേക്കാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ എത്ര പറയാൻ സമയമില്ല. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഞങ്ങൾ ശാസ്ത്ര സത്യം പറയാൻ ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം നടത്തി പിടിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി. 4 ചക്രവർത്തിമാരാണ് ലോകം അടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ശാസ്ത്രം കേട്ട് വിഷമിക്കേണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്നും ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4 പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇനി നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ വീടിലാണ് ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് 2 തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് ബാഫാർ. ആ ബാഫാറാണ് ഇപ്പോഴത്തെ ബേപ്പൂർ. രണ്ടാമത്തേത് കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ്. പഠിക്ക് നന്നായി. ചരിത്രമാണിത്. വാക്കവി വെറുതെ പറയുന്നതല്ല. ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ കാബീൽ ഹാബീലിനെ കൊന്നു. ആ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന സംഭവം ചരിത്രം വെറുതെയല്ല. അതിന്റെ കഥ കാബീൽ ഹാബീലിനെ കൊന്നത് അറിയില്ലേ? ആദം നബിയുടെ 2 മക്കൾ. ആ കൊല നടന്നത് എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വെച്ച്. അത്ഭുതമുണ്ടോ? കാരണം ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? ഇതെന്തിനാ? ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെ പുറത്താക്കി. ആദം നബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാ ബീവി എവിടെ പോയി? ഹവ്വാ ബീവി എവിടെ പോയി? എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ്. ജദ്ദ. അറബികൾ ജദ്ദ എന്ന് പറയുക. വെല്ലുമാട നാട്.
ആദം നബി ഇന്ത്യയിൽ വന്നു, ഹവ്വ ബീവി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാനവറുകളെ പുറത്താക്കി. ആരെ? ഇബ്ലീസ്. ഇബ്ലീസ് അവിടെ ഇറങ്ങി. ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് അവിടെ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു, അല്ലാഹുവേ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തു. അല്ലാഹുവേ വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവേ 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു. 100 വർഷം ആദം നബി ഇരുന്ന് കരഞ്ഞു. 100 വർഷം ആദം നബി കടന്ന് കരഞ്ഞു. 300 വർഷം ആദം നബി കരഞ്ഞപ്പോ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു വന്നു. ഒന്ന് ഊത് മരം, 2 സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടി മുളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദം നബി 300 വർഷം കരഞ്ഞു. കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു വന്നു. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് ഒന്ന് ഊത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടും, നല്ല ഊത് കിട്ടുന്നത് കൊടുക്കുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും 2 ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലേത്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലേത്. അപ്പൊ ആദം നബി കരഞ്ഞത് സമ്മതിച്ചല്ലോ. അപ്പൊ ആദം നബി കരഞ്ഞത് ഇന്ത്യയിൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തുൽ നംലിൽ അതുകൊണ്ട് ഖുർആന്റെ ചരിത്രങ്ങൾ മുഴുവൻ വെറുതെ ചരിത്രങ്ങളല്ല, അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബിക്കൊരു മരംകൊത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ മെസ്സഞ്ചറാണ് മരംകൊത്തി. രാവിലെ ആ മരംകൊത്തി പോകും, വൈകുന്നേരമാകുമ്പോൾ മരംകൊത്തി തിരിച്ചു വരും. അതേവരെ ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ന്യൂസും പറയുന്ന സുലൈമാൻ നബിയുടെ അൽ ജസീറയാണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ BBC ആണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ ഏഷ്യാനെറ്റ് ന്യൂസാണ് മരംകൊത്തി. മുഴുവൻ കൊടുമുടികളും പറഞ്ഞു നടന്ന് സർവ്വ രഹസ്യങ്ങളും കൊടുക്കുന്ന മരംകൊത്തി. ഖുർആൻ പറയുകയാണ്, ഒരു ദിവസം ഒരു സുന്ദരമായ കഥ. ഇതൊരു റൊമാന്റിക് ഭാവനയല്ല, ഇത് മേരി ശല്ലിയുടെ കഥയല്ല, ഇത് സാങ്കത്യമില്ല, തൈരിഹ്യമല്ല, ഇത് മിത്തല്ല, കഥനങ്ങളല്ല. ആ വൈകുന്നേരം തന്നെ മരംകൊത്തിയെ കാത്തു നിൽക്കുമ്പോ മരംകൊത്തി വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് സന്ധ്യയായി, സുലൈമാൻ നബിക്ക് ദേഷ്യമായി. സുലൈമാൻ നബി പറഞ്ഞു, മരംകൊത്തി വരാത്തതെന്താ? لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. ആ മരംകൊത്തി ഇന്ന് വരട്ടെ, അവിടെ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ അവിടെ 100 അടിയടിക്കും, അതല്ലെങ്കിൽ ആ മരംകൊത്തി ഞാൻ അറുത്ത് മാറ്റി കളയും. സുലൈമാൻ നബി ദേശത്തോടെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഖുർആന്റെ സാഹിത്യ ഭാഷയാണ്. തെല്ലും അമാന്തിച്ചില്ല. എന്റെ കഥ പറയുന്നത് പോലെ, ഒറ്റക്കാടിൽ നിന്നത് പോലെ തെല്ലും അമാന്തിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സിദ്ധി ഖുർആനാണ്. ചെറുപ്പക്കാരാ, വൈക്കം മുഹമ്മദ് ബഷീർ നോവലിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ പൂവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. വില്യം ഷേക്സ്പിയറിന്റെ മഹത്വാദകങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യത്തിന്റെ പുനരാവിഷ്കാരമാണ്. പിന്നീട് ഒരു സദസ്സിൽ ഞാൻ വിശദീകരിച്ചു പറയാം. ഇവിടെ പറയാം പരിമിതിയുടെ സമയത്തിന്റെ. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ ദ പൂവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. പിന്നെ ഒരു സദസ്സുണ്ടാകും, അവിടെ വെച്ച് പറയാം. അത് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിരസത ഉണ്ടാവും. നമ്മളൊരു നാടന്മാരല്ലേ, നമുക്കെന്ത് അത് വിക്ടർ ഹ്യൂഗോ, നമുക്കെന്ത് നമുക്ക് വിക്ടർ ഹ്യൂഗോ, നമുക്ക് തുറപ്പ സുഖേർ തുരുവി റസാക്കെന്നല്ലാതെ നമുക്കെന്ത് തുറപ്പ സുഖേർ.
വിക്ടർ യുഗോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹുദുഹുദ് വന്നു, താമസിച്ചു, മെസഞ്ചറായി താമസിച്ചു. ചുരുക്കി പറയാം, ഒരു ശാസ്ത്രം പറയാനും ഒരു കഥ പറയാനും രണ്ടും കൂടിയാണ് ഈ സീരിയലിൽ നിന്ന് നിങ്ങളൊന്ന് മാറാനും. ഖുർആൻ പറയുകയാ, നോവലിസ്റ്റ് പറയുകയെ, അവൻ വാതിലിൽ നോക്കി, തെല്ലും അമാന്തിച്ചില്ല. തെല്ലും കഴിഞ്ഞില്ല, ഹുദുഹുദ് പാഞ്ഞു വന്നു. സുലൈമാൻ നബി അടിക്കാൻ ചാട്ടവാറെടുത്തപ്പോ ഹുദുഹുദ് പറഞ്ഞു, എന്നെ അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, കൊല്ലാതിരുന്നാൽ ഇന്ന് ഞാൻ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങളോട് പറയാം. ഖുർആൻ സൂറത്തുൽ നംൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഞാൻ ഒരു ന്യൂസ് പറഞ്ഞുതരാം. ഭർത്താവിരിക്കുന്ന അടിക്കാതിരുന്ന അപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ സമയത്ത് ഹുദുഹുദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ പാറിപ്പറന്ന് നടന്നപ്പോ ആരും അറിയാതെ സബ എന്ന് പറയുന്ന ഒരു ബലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ സുലൈമാൻ നബിയെ ആ സഭ ഭരിക്കുന്നതിന് പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ ലോകത്തിന്റെ ചക്രവർത്തിയാന്ന് പറയുമ്പോ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലൊരു പെണ്ണിരുന്ന് ഭരിക്കുകയാണ്. അവളുടെ പേര് ബൽക്കീസ് എന്നാണ്. സുലൈമാൻ നബിയെ മാത്രമല്ല, നിങ്ങളെ വെല്ലുന്ന ഒരു സിംഹാസനം, ആ ബൽക്കീസിന് രത്നങ്ങളും മരതകങ്ങളും ഗോമേതകങ്ങളും പതിപ്പിച്ച ഒരു സുന്ദരമായ കസേരയുമുണ്ട്. ആ കസേരയിലാണ് ബൽക്കീസ് ഇരിക്കുന്നത്. ചുരുക്കി പറയട്ടെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഈ നാട് മുഴുവൻ താൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ. മന്ത്രിസഭ വിളിച്ചുകൂട്ടി. സുലൈമാൻ നബിയുടെ മന്ത്രിസഭയിലെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാം അടങ്ങുന്ന മന്ത്രിസഭ. സുലൈമാൻ നബി ചോദിച്ചു മന്ത്രിസഭയോട്, ഒരു പുതിയ വിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ബൽക്കീസ് എന്ന പെണ്ണ് ഒരു അത്ഭുത സിംഹാസനത്തിലിരുന്ന് നാട് ഭരിക്കുന്നുണ്ട്. ആ ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരിക? 40 മാസത്തെ വഴി ദൂരമുണ്ട് ബൽക്കീസിലേക്ക് പോകാൻ, സഭയിലേക്ക് പോകാൻ. ആ സമയത്ത് ജിന്നുകളുടെ രാജാവായ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത്രേ, കാല ഇഫ്രീത്തു മിനൽ ജിന്നി അനാ ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 40 മാസം വഴി ദൂരമുള്ള സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നതാം സുലൈമാൻ നബിയെ. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എല്ലാവരും ഉണ്ട്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാവരും ഉള്ള സദസ്. ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷിയുണ്ട്, പറവയുണ്ട്, എല്ലാം ഉണ്ട്. സുലൈമാൻ നബി ചോദിച്ചു, സൂറത്തിൽ നംലിന്റെ കഥയാ പെണ്ണെ, സൂറത്തിൽ നംല്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, അയ്യുക്കും ഞാൻ അറിയാതെ നാട് ഭരിക്കുന്ന ബിൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ആർക്കാ കഴിയുക? ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. ജിന്നിനെ ഓർത്തോടെ, ജിന്നിനെ കണ്ടാരേലുണ്ട് ഈ കൈവക്കി, ജിന്നിനെ കണ്ടാരേലുണ്ട് കൈവക്കി. ഇല്ലേ ഇല്ലേ, രണ്ട് ജിന്നിനെ കണ്ടിട്ട് പിശാചിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആണുങ്ങൾ ഒരു ഉസ്താദ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. പെണ്ണുങ്ങൾ മുഴുവൻ കൈവക്കും പിശാച്, അതാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിന്നുകളുടെ നേതാവാണ് ഇഫ്രീത്ത്. ഇഫ്രീത്ത് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. അങ്ങ് ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ പറഞ്ഞു, അല്ല, അതിനേക്കാൾ വേഗതയിലായി കൊണ്ടുവരും. അതിനേക്കാൾ വേഗതയിലാർക്ക് ജിന്നിന് പറ്റാത്തത്. ആ സമയത്ത് സദസ്സ് നിശബ്ദമായി. ജിന്നുകൾക്ക് കഴിയാത്തത് ആർക്കാണ് കഴിയുക? ആ സമയത്താണ് നിശബ്ദമായ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഖുർആൻ പറയട്ടെ, കാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് തൗറാത്തിൽ അഗാധ പ്രാവീണ്യമുള്ള ആ സിദ്ദീഖുൽ ബർഖയ ഒരു മനുഷ്യൻ പറഞ്ഞു, അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങേക്ക് ആ സിംഹാസനം മുമ്പിലെത്തിക്കാൻ നബിയേ. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ സിദ്ദീഖുൽ ബർഖയ ഒരു
ദിക്റല്ലേ അല്ലാഹുവേ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ആദികുറല്ലേ നാമസം 40 മാസത്തിന്റെ വഴിദൂരം അകലെയുള്ള ബിൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുറ്റത്ത് വന്നു നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സിംഹാസനം പാല് സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. ആസിഫ് ഇബ്നു ബർഖയ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന് തരാം. ഖബില അയർതദ്ദ ഇലൈക തർഫുക അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് തുറക്കാൻ എത്ര സെക്കൻഡ് വേണം? ഇത് കണ്ണ് ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, ചുമ്മാ കഥ കേൾക്കാതെ ഞാൻ ശാസ്ത്രം പറയാനാ പറഞ്ഞത്. കണ്ണടച്ച് തുറക്കാൻ എത്ര സമയം കാണും? ഒരു സെക്കൻഡ്. കണ്ണൊന്ന് അടക്കി തുറക്ക്. എത്ര പാറ മനുഷ്യന്മാരെ, എത്ര ഒരു സെക്കൻഡ്. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പോ സമ്മതിച്ചല്ലോ. ഖുർആൻ കണ്ണടച്ച് ചിമ്മി തുറക്കാൻ ഒരു സെക്കൻഡ്, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പറയുന്നത് BC 1050-ലാണ്. ഖുർആൻ BC 1050 കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹാഫിളീങ്ങളെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് നഷ്ടപ്പെട്ട പൊട്ടനല്ല. ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളാരാ, ആലിമാരാ. അവർ എഞ്ചിനീയറിംഗ് പഠിച്ചില്ലല്ലോ, അവർ MBBS പഠിച്ചിട്ടില്ലല്ലോ, അവര് PhD ഇല്ലല്ലോ. മൊയ്യാക്കന്മാര് ദുനിയാവ് പോയവരാണ്. അല്ല, മൊയ്യാരാരെന്നറിയോ? അവർ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് പഠിച്ച ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രന്ഥം കാണാതെ പഠിച്ചവരാണ് ഹാഫിള്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പെങ്ങളെ ഖുർആൻ പഠിക്കുന്നില്ല. മഹാഭാരതത്തിന്റെ സീരിയൽ ടിവിയിൽ കാണുമ്പോ കൗരവരുടെ കൊട്ടാരത്തിലേക്ക് പാണ്ഡവര് വന്നു. സ്ഫടികത്തിന്റെ താഴെ അരുവി വിടുകയാണ്. അരുവിയുടെ മുകളിൽ സ്ഫടികം വെച്ചിരിക്കുകയാണ്. പഞ്ചപാണ്ഡവര് വന്നിട്ട് അതിന്റെ താഴെ ഗ്ലാസ് കിടക്കുന്നത് കണ്ടില്ല. അരുവിയാന്ന് കരുതിയിട്ടവര് മുണ്ടിങ്ങനെ പൊക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ചവിട്ടാൻ പോയപ്പോ അർജുനനോട് കൃഷ്ണനാണ് പറഞ്ഞത്, അർജുനായത് അരുവിയല്ല, അത് ഗ്ലാസിന്റെ താഴെ കൂടെ വെള്ളമെടുക്കുന്നതാണ്. അതിന്റെ മുകളിലെ ഗ്ലാസ് ഉണ്ട് അർജുന. ഇത് കണ്ട മേത്തച്ചി പെണ്ണ് അത്ഭുതത്തോടെ നോക്കി നിന്നു. റബ്ബേ, ഇതെന്തോ അത്ഭുതമാണ്. പെങ്ങളെ, സൂറത്തിന്റെ നംലോട് ബിൽഖീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോ അതിന്റെ താഴെ കൂടെ അരുവിയൊടുന്നു. മുകളിൽ സ്ഫടികം വെച്ചിട്ടുണ്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരത്ത്. ബിൽഖീസ് അതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഖുർആൻ പറയുകയാണ്, തന്റെ കണങ്കാലിന്റെ മുകളിലേക്ക് സാരി പൊക്കി അപ്പുറത്ത് നിന്നിട്ട് സുലൈമാൻ നബി പറഞ്ഞു, ഇത് അരുവിയല്ല, സ്ഫടികമാണ്, ബിൽഖീസേ ചവിട്ടിക്കൊള്ളുക. ഇത് അവർക്ക് അറിവ് കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയത്. ഖുർആൻ ഇന്ന് അവര് ബൽക്കീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി. ഫ്രണ്ടില് ഗ്ലാസ്, താഴെ അരുവി. ബൽക്കീസ് വലിക്കും ഇത് അരുവിയാണ്. അവളുടെ കണ്ണങ്കാലിന് മുകളിലിട്ട് അവള് സാരി പൊക്കി. അന്ന് സാരി ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, അവൾ ഉടുത്തിരുന്ന് എന്തോ ഒരു സുനാപ്പി പൊക്കി. ഇതിന് നല്ല വലിയ ബുദ്ധിമാന്മാരുണ്ടോ? സാരി പൊക്കി, സാരി ഉണ്ടാകും. അങ്ങനത്തെ കുറെ ബുദ്ധിത്തഹിര്യങ്ങളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ അന്ന് അവൾ ഉടുത്തിരുന്ന് എന്തോ ഒരു സുനാപ്പി അതങ്ങനത്തെ പൊക്കി. അവളെ കണങ്കാലിന്റെ മുകളിലേക്ക് പൊക്കി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഈ ഖുർആൻ ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇത് ഖുർആന്റെ ചെറിയ വിവരണമാണ്. കഥയും കഥനവും ഐതിഹ്യവും മിത്തും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സർവ്വതും ഖുർആൻ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമായത്, നന്നായിട്ട് ഇതിന്റെ പരിസമാപ്തി ഞാൻ കുറിക്കാം. ഖുർആൻ അത്ഭുതമായത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാതരായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, കൊല്ലാൻ വന്ന ഫുലാല, കാലം മണ്ണിൽ തുരുപ്പിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല തിരിച്ചു പോകുമ്പോൾ ഫുലാല മുസ്ലിമായി ഇനി വ്യഭിചരിക്കില്ല എന്ന് പറയാൻ ഒരു ഗ്രന്ഥത്തിന് കഴിയുന്നെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ദൗത്യമത. ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത്, കീഴ്പ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫാറുകൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെ തന്നെ പള്ളിയിലെ മുസ്ലിയാർ പരീക്ഷയ്ക്കെതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം
രാജി ഉറപ്പ്, ഒന്ന് രാജി ലഭിക്കും അല്ലെങ്കിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെ ഞങ്ങൾ പിരിച്ചുവിടില്ല. ഉസ്താദിനെ കമ്മിറ്റിക്കാർ പറയും പിരിച്ചുവിടില്ല, ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ, പരമാവധി ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർ പിന്നീട് ആരായി മാറി? യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ കൂടെ ഒരു MBBS ഉണ്ടോ? ഒരു PhD കാരനുണ്ടോ? ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സഹാബത്ത് മന്ദബുദ്ധിയുള്ളവരുണ്ട്. ഇതൊന്നും തോന്നരുത്. സഹാബത്തിൽ ഒന്നും അറിയാത്ത പച്ചപ്പൊട്ടന്മാരുണ്ട്. ഖുർആനിൽ ആയത്തിറങ്ങി കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ. ഖുർആൻ ഒരു സാഹിത്യമാണ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെടുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ഒരു സഹാബി ആയത്തിറങ്ങിയ ഉടനെ ഉക്കാള ചന്തയിൽ ഒരു കറുത്ത നൂല് വെളുത്ത നൂല് വാങ്ങിച്ചു തന്റെ പായുടെ അടിയിൽ വെച്ച് ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഓരോ സമയത്തും പായ് പൊക്ക് നോക്കും, കറുത്ത നൂലിന് വെളുത്ത നൂല് വെളിവായി ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കിഴക്കിന്റെ കർവാങ്കത്തിൽ കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ എന്നാണ് അർത്ഥം. അതിന് നൂലിനെ ഉപമിച്ചേ ഉള്ളൂ. ഈ സഹാബി തിന്നു, പള്ളിയിൽ വാങ്ങ് വിളിച്ചു, നൂലുമായിട്ട് ഹദറത്ത് റസൂലില്ല. നബിയെ, ഞാൻ നൂല് വെച്ച് നോക്കിക്കൊണ്ട് ആയത്ത് നോക്കിയിട്ട് ഭക്ഷണം തിന്നു നബിയെ, കറുത്ത നൂലിന് വെളുത്ത നൂലിന് ഒരു വെളിവായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ട് ചോദിച്ചു, നീ ഇത്രയ്ക്ക് വലിയ പമ്പര കിട്ടിയായല്ലോ സഹാബി. അത്രയ്ക്ക് വലിയ വിവരം അവർക്കുണ്ടായിരുന്നില്ല. അവരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇല്ല ഇല്ല, നാളെ പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മത്താബിലിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ മത്താബിലിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കിടക്കുമ്പോ കഅബാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാര് പരിഹസിച്ചു അത്രേ, അഹിയാനൻ നജുറു ഇലാഹീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ, അഹിയാനൻ നജുറു ഇലാഹീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ. അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഈ ഞങ്ങളെ ഉപദേശിക്കാനോ ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? അഹിയാനൻ നജുറു ഇലാഹീനാ, ഒരുത്തം പറയുകയാണ് എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാലിറക്കം വരില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടത്. അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കഅബാലയത്തിന്റെ മത്താബിൽ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇദാലം യജുറു ബിഹി ഇല്ലാ ഖാനാ. എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തല കൊയ്തെടുക്കല. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇലയെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ളുഷാപ്പിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളുറയിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സ്പർശനമില്ലാതെ എന്റെ വാളുറയിലിടണമല്ലോ നോക്കിട്ട് ഉറയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി ഒരു മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്റെ മുന്നിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യന്റെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ലോകം ഇതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെന്ന് അഭിമാനിച്ചിരുന്ന മക്കാ ഖുറൈശികളുടെ നേരെയാണ് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഹബീബായ നബിക്ക് ആയത്തിറങ്ങി നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക നബിയെ, അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് ചോദിക്ക നബിയെ, ഏത് വരെയാണ്
അഹങ്കാരം? ഏതുവരെയാണ് നിങ്ങളുടെ സമ്പത്ത്? ഏതുവരെയാണ് നിങ്ങളുടെ വാപ്പോര്? അൽഹാകുമുത്തകാസുർ. ഇത്ര അഹങ്കരിക്കാൻ നീ ആരടാ തമ്മാടി? ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് പ്രയോജനപ്പെടുക? ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ അടക്കുന്നത് വരെ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 100 കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മനസ്സിൽ കിടത്തുന്നത് വരെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ, സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ, പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ. പള്ളിക്കാട്ടിൽ പോകില്ലേ സഹോദരങ്ങളെ? ഉച്ചനേനാക്ക പകലേ ദിയേ കഫൻ और चुकी है सब मिलकर माँ बाप भाई बहन. സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രമങ്ങ് മാറ്റിക്കളഞ്ഞു. എന്നെ കഫൻ തുണി പുടവിച്ചു. ഞാൻ നോക്കുന്നത് എന്താണ്? ഓ ചുക്കിയ സബ് മിൽക്കർ മാँ बाप भाई बहन. എന്റെ ഭായി എന്റെ സഹോദരൻ, ബഹൻ എന്റെ സഹോദരി, മാമന്റെ ഉമ്മ, ബാപ്പന്റെ ബാപ്പ എന്റെ മയ്യത്തിന്റെ ചുറ്റുമിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നുമോനെ പോയല്ലോടാ, എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്. കൺമണിയെ പോയല്ലോ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ പൊന്നുമക്കൾ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, കൈകെട്ടി വിണ്ടാണെന്നു നീ കിടക്കുന്നേ. എന്റെ 8 വയസ്സുകാരനും എന്റെ 5 വയസ്സുകാരനും കൊണ്ട് തീരാ കണ്ണ് കൊതി തീരാത്ത 5 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ് പറയാതെ എന്റെ ഭയത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. മയ്യത്തിന് കെട്ടിപ്പിടിച്ചു മക്കളെ കരയുമ്പോ, ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ കഴിയണം, മക്കളെ ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് ഉപ്പ ഹാഫിളീങ്ങളായ മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപ്പ മണലാരണ്യത്തിലുണ്ടാക്കിയ പൈസ കൊണ്ട് ഉപ്പ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപ്പയുടെ മയ്യത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഈ ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ കരയണ്ട, ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആത്മാവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഫിറോസ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് ഹിഫ്ളുൽ ഖുർആൻ നടത്തുക. ലാഭമല്ലേ സഹോദരങ്ങളെ, ലാഭമല്ലേ? മാസം 50,000 രൂപ ചെലവുണ്ട്. 10 മാസം മാറ്റിവെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ. പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിലേറ്റവും നല്ലതാ റബ്ബിന്റെ ആജ്ഞയെ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം ഖബറിലേക്ക് പോകുന്ന സമയത്ത്, ആരില്ലാത്ത സമയത്ത്, ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീതാകെന്നിട്ട് എല്ലാവരും പോയി. പിന്നെ ആണ്ടതിക്കൊരു പ്രാവശ്യമാണ് വാപ്പയുടെ ഖബർ കാണുക. പക്ഷേ യഹിയാൻ വലിയ ഭാഗ്യവാനാണ്. ഖബറിലിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു. കൂടപ്പറപ്പ് പോയി. കണ്ടു കൊതി തീർന്നില്ല, മിണ്ടിപ്പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ട അനുഭൂതി തീർന്നില്ല. ഗർഭത്തെ ശിശുവായ സുൽത്താൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ. ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിലെന്നും ഖുർആൻ എന്ന് പറയുന്നുണ്ട്, والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ വാപ്പയും ഉമ്മയും ദുരിയത്തും അവരുടെ മക്കളും സ്വർണ്ണക്കട്ടിലിൽ നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും, ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാഹു അങ്ങനെ ഒരു കുടുംബമാക്കി തീർക്കട്ടെ. ഭാര്യയും മക്കളും വന്നു, ഉപ്പയും സഹോദരങ്ങളും വന്നു. സഹോദരൻ കബറിനുള്ളിലായി മീസാങ്കലിൽ വെച്ചു ആണ്ടലതിക്കല്ല. ഇനി ആ തൊട്ടിൽ നിന്ന മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് പില്ലർ കുട്ടിയാകുന്നതിന് മുമ്പെയാണ് ആ മനുഷ്യൻ കബറിലേക്ക് പോയത്. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം ചെയ്ത ആളാ. അവര് തീരുമാനിച്ചു ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം, ഒരു ദറസ് നടത്തുക. കലൂർ അബ്ദുറഹീം ഉസ്താദിന്റെ അടുക്കൽ പോയി. ദറസ് നടത്താനുള്ള സ്ഥലമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ ഖാൻ മന്നാനെ വിളിച്ചു, ചുമതല ഏൽപ്പിച്ചു. 4 വർഷം കഴിഞ്ഞു. അവിടെ ഇരുന്നിട്ട് പിന്നീട് 24 മണിക്കൂർ ഖുർആനായി. മോനെ മറന്നില്ലല്ലോ, ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കണ്ടിട്ടുമുണ്ടോ ഇതിനു മുമ്പും പണ്ട്. ആ ചെറിയ കുണ്ടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ പുതപ്പ് പുറയ്ക്കാൻ തങ്ങളുടെ സഹോദരന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി ഒരു കുടുംബം അർപ്പിച്ചു. ആ അർപ്പിച്ച അർപ്പണമാണ് മെമ്മോറിയൽ ഹിഫ്ദുൽ ഖുർആൻ. അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ. ആ മനുഷ്യൻ കബറിൽ കിടക്കുമ്പോ ഒരു വെളിച്ചം വരും. ഈ വെളിച്ചമേടാ അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ എന്റെ കൂട്ടുകാരനായ ഖുർആനാണെന്ന് കബറിൽ അത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടമല്ല ഇതിൽ വലിയൊരു ലാഭം ലോകത്ത് ചെയ്യാൻ. ആ മരിച്ച സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. എന്ന മനുഷ്യന്റെ ശരീരമാണ് കബറിനുള്ളിൽ പോയത്. ആകാശത്തിന്റെ മുകളിലിരുന്ന് ആ റൂഹിന്റെ ശക്തി കൊണ്ട് കാണുന്നുണ്ട്. ഈ സദസ്സ് ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വൻദോഷത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റു. കുപ്പായത്തിന് പിടിച്ചു വലിച്ചിരുത്തി, അബൂ ഹുറൈറ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ അബൂ ഹുറൈറ. എന്താണ് നബിയേ? സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും. എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് അള്ള വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല. അവൻ ഹാഫിളാണ്, സ്വർഗത്തിന് പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിൽ പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അല്ലാഹുവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്. അവരില്ലാതെ ഞാൻ പോകില്ല റബ്ബേ. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. അതൊന്നും എന്റെ ഉപ്പയാണ്, രണ്ടാമത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചിട്ടിട്ട് ആ മക്കള് സ്വർഗത്തിലേക്ക് പോകും. അബൂ ഹുറൈറ, ഏതുപോലെ എഴുന്നേറ്റ് പോയ നിന്നെ ഞാൻ കുപ്പായത്തിന് പിടിച്ചു തിരിച്ചതുപോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ഒരു ചാണ്ടുകളിൽ സൂര്യൻ, താഴെ ചെമ്പിന്റെ തല. ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ്. അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാതെ തീച്ചുളയിൽ വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തൊരു മിസ്കിന്റെ കുന്നിന്റെ അത്രേ. ആ മിസ്കിന്റെ കുന്നിലിരുന്നിട്ട് ആ കുന്നിലൊരു ചെറിയ വൃക്ഷമുണ്ട്, ഇസ്മുഹു തൂബ. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുറെ കുട്ടികളും കുറെ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യം പറയും, പൊട്ടിച്ചിരിക്കും. അവർക്ക് ഹിസാബില്ല. ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിലിരിക്കുന്ന അവരോട് ചോദിക്കും, നിങ്ങളാരാ? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, നിങ്ങളാരാ സ്വർഗത്തിന്റെ കുന്നിലിരിക്കുന്നവരാരാ? ആ സമയത്ത് അവര് പറയും, ഞങ്ങളാരെന്നറിയോ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങളാണ് അവർ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാരാ? അവര് പറയും, ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് ഞങ്ങൾ ഹാഫിളാവാൻ പോയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വസ്ത്രം തന്ന, ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ്.
ഇൻഷാ അല്ലാഹ് കാവുകളെ കുടുംബത്തിന് സ്വർഗത്തിന്റെ ഈ തൂബാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനുള്ള ഒരു വസീലയായി ഈ സ്ഥാപനത്തെ അല്ലാഹു മാറ്റുമാറാകട്ടെ. അവിടെ വെച്ച് പറയണം, അവിടെ എല്ലാവരും ഉണ്ടാകണം, ഈ കുടുംബം മുഴുവൻ ഉണ്ടാകണം. ഞങ്ങൾ ആരാ? ഞങ്ങളെ ഹാഫിളീങ്ങളെ വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിൽ, സ്വർഗത്തിന്റെ തൂബാമരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തഖീങ്ങളാക്കി ഹാഫിളീങ്ങളായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി സൂക്ഷിക്കുന്നുവെന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് ഖുർആൻ മനപ്പാഠം വരെ ഹാഫിളാവാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ആയത്തിങ്ങനെ ഓതാൻ പറ്റും. അത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് മന്നാനി ഈ നാടിന്റെ സംഭാവന, കേരളം മുഴുവൻ അറിയപ്പെട്ട പ്രഭാഷകൻ, ആ പ്രഭാഷണ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു ആരോഗ്യത്തിന് കൈസ് കൊടുക്കട്ടെ. ആ നാവിനെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹം അൽഹംദുലില്ലാ. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ 15 കുട്ടികൾ ഹിഫ്ളുൽ ഖുർആൻ നടക്കുന്നുണ്ട്. 3 പേര് ഹാഫിളായി, ഒരു കുട്ടി 8 മാസം കൊണ്ട് ഹാഫിളായി. രണ്ടാമത് എന്റെ കാസറ്റ്, കാലം തന്നെയാണ് സത്യമെന്ന കാസറ്റ് കേട്ടിട്ട് അതിലൊരു ഹാഫിളായ കുട്ടി ഉമ്മാടെ ഖബർ സിയാറത്ത് എന്നൊരു സംഭവം പറയുന്നു. ആ കാസറ്റ് കേട്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ MD അബ്ദുള്ള സാഹിബ് ആരോഗ്യത്തിന് കഴിച്ചു കൊടുക്കാൻ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ബെൻസ് കാർ എടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്റെ വീട്ടിൽ പോകും. ഉസ്താദെ 1 കോടി രൂപ ഞാൻ, 1 കോടി രൂപ എന്റെ ഭാര്യ, വേറെ ഒരു പിരിവില്ല. ഉസ്താദ് എന്റെ പ്രിൻസിപ്പളായിട്ട് നിന്നാൽ മാത്രം മതി. ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങി 2 കോടി രൂപ ഭാര്യ ഭർത്താവായി തുടങ്ങി 50 കുട്ടികൾ അവിടെ പഠിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നല്ല ഹാഫിളുകളെ കൊടുക്കട്ടെ. കഴിഞ്ഞ മാസം ദുബൈയിൽ നിന്ന് 2 പേര് കാണണമെന്ന് ആവശ്യപ്പെട്ട് തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ പോകും. ഒരേക്കർ സ്ഥലം കൊണ്ട് സ്ഥലം ഞങ്ങൾക്ക് ഒരു ഹിഫ്ള് നിങ്ങൾ കൂടെ നിന്നാൽ അൽഹംദുലില്ലാ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 3ാമത്തെ സ്ഥാപനം തുടങ്ങാൻ പോകണം. നാളെ 24-ാം തീയതി തറക്കല്ലിടുക. അതൊക്കെ ഇന്നലെ പറവൂർ വെച്ച് സംസാരിച്ചു. എറണാകുളം ജില്ലയിൽ കൂടെ തുടങ്ങും. ഒരാള് എറണാകുളം ഹൈവേയിൽ 1 ഏക്കർ സ്ഥലം വന്നിട്ട് ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങും. ഞാൻ പോയടുത്തൊക്കെ ഹാഫിളീങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഈ വിനീതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹിഫ്ളിന്റെ ബന്ധമാണ് ഇവിടെ ഈ വ്യാഴാഴ്ച ദിവസം എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഈ ദിവസം അവസാനം മർഹൂമിയാക്കാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ലോകത്ത് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ വരെ ഉണ്ടാവും. അല്ലാഹു ഈ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മൾ മരിച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ അത്ര ഭാഗ്യവൻ. മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. അത് ഏത് സമയത്തും എങ്ങനെയുണ്ടാവും. അള്ളാഹുടെ കഥായിന്ന് മറയ്ക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുനിയാവിലെ കുടുംബജീവിതം ഭാര്യയോടും മക്കളോടുമൊത്ത് അള്ളാഹു സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി, നല്ലൊരു സംഘാടകൻ, നല്ല പ്രഭാഷകൻ, എല്ലാം ഒരു സേവന സന്നദ്ധതയുടെ സ്വഭാവം. എനിക്കൊന്നും അങ്ങനെ ആവാൻ കഴിയില്ല. രാത്രി വളർന്നു കഴിഞ്ഞാൽ പലരും മുഴുവൻ വളർത്തും. സഫീർ ഖാൻ മന്നാനി ഉത്സാഹത്തിന് കയ്യും കാര്യം പറ്റാ. സഫീർ ഖാൻ മന്നാനി ഓടിയുള്ളൂ. അങ്ങനെ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഉസ്താദന്മാർ, ഇവിടുത്തെ ഹാഫിളീങ്ങൾ, ഇവിടെ എത്തിയ ഈ മേഖലയിലെ ധാരാളം പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വാദ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ബാക്കവിയുടെ വാദ് കേട്ട് 100 കണക്കിന് ആളുകൾ ഹാഫിളീങ്ങളാവാൻ തീരുമാനിച്ചു. എന്റെ ലാഭം എന്റെ വാദ് കേട്ടിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിൽ ഞാൻ ഇന്റർവ്യൂ വെച്ചു. 148 ആപ്ലിക്കേഷൻ കിട്ടി. 50 വരെ നിർത്താനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സമയത്തെത്താൻ ഞാൻ നോക്കുമ്പോൾ കിടക്കുന്ന കാർ ബെൻസ്, ഓഡി, BMW, കോടീശ്വരന്മാരുടെ മക്കളാണ് സ്കൂൾ വിട്ടിട്ട് ഹാഫിളാവുന്നത്. പാവപ്പെട്ടവരൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചെങ്ങനെയാ മുത്തല്ലിങ്ങളെയും മാങ്ങാണ്ടി എറിഞ്ഞ് നടന്നിട്ട് സ്കൂളിൽ ടീച്ചർ പറഞ്ഞാൽ മുത്തപ്പന്മാരെ ഓടാൻ വിട്ടതാണ്. അല്ല, 8 പേര് കോടീശ്വരന്മാരുടെ മക്കൾ. ഈ കാസറ്റും ഈ വാദും മാത്രമാണ്. ഏതായാലും ഒരു ലാഭമുണ്ട്. മരിച്ചാൽ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും, ഉറപ്പാ. പിന്നെ ബാക്കിയുള്ളവർ പലതും പറയും, ഭയങ്കര അഹങ്കാരമായി പോയി, ബ്ലഡ് വെയിറ്റ് ആയിപ്പോയി, അയാൾക്ക് ഇത്ര കാശൊക്കെ ആയിപ്പോയി എന്നൊക്കെ തോന്നും. നായ 2 സൈസാണ്. ഒന്ന് തെരുവ് നായ, മറ്റൊന്ന് വീട്ടിൽ വളർത്തുന്ന നായ. വീട്ടിൽ വളർത്തുന്ന നായ വിളിച്ചടുത്തോട്ട് വരും, പോന്ന് പറഞ്ഞാൽ പോകും. അത് നായയാണെങ്കിൽ അതിന് അതവുണ്ട്. തെരുവ് നായ അങ്ങനെയല്ല. അത് വിളിച്ചവിട്ട് പോകില്ല, ആരെ കണ്ടാലും കുരയ്ക്കുകയും ചെയ്യും. അതിന് മുകളിൽ അലിസലാത്ത് നിൽക്കില്ല. അതവുള്ള നായയുണ്ട്, അതവില്ലാത്ത നായയുണ്ട്. പക്ഷെ സാധനം രണ്ടും ഒന്നാണ്.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അധപരിക്കണം. ഞാൻ ഒന്നുമല്ല, എനിക്ക് ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാകാൻ കഴിയട്ടെ എന്ന് ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു പാവം വൃദ്ധയുണ്ടായിരുന്നു. ആ വൃദ്ധ കാട്ടിലാണ് താമസിക്കുന്നത്. അന്ന് തടാകത്തിൽ ഒരു വെള്ളം വരാൻ പോകും. 2 കുടമാണ്. വലതുഭാഗത്തൊരു കുടം, ഇടതുഭാഗത്തൊരു മൺകുടം. ഈ 2 കുടത്തിൽ വെള്ളം നിറച്ച് അവർ കാട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. എന്നും രാവിലെ വീണ്ടും വെള്ളം വരാൻ പോകും. പക്ഷെ വലതുഭാഗത്തെ കുടത്തിന് ഒരു ചെറിയ ഊട്ടയുണ്ട്, സുഷിരം. ആ സുഷിരത്തിലെ വെള്ളം പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വലതുഭാഗത്തെ കുടത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവും. ഇടതുഭാഗത്തെ കുടം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ആ കുടം അവർ ഉപേക്ഷിച്ചിട്ട് അവസാനം വരെ ഈ വലതുഭാഗത്തെ കുടത്തിൽ വെള്ളം പോലും പോകുന്ന വഴിയിൽ സുഷിരത്തിലൂടെ വീഴും. വീട്ടിൽ എത്തുമ്പോൾ ഒന്നുമില്ല. കഥ സാങ്കല്പികമാണ്. ഫോർ എക്സാമ്പിൾ, അവസാനം ഇടതുഭാഗത്തെ കുടം വൃദ്ധയോട് ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് ഈ വലത്തെ കുടവും വെച്ചുകൊണ്ട് നടക്കുന്നത്? അതിനൊന്ന് പൊട്ടിച്ചു കളഞ്ഞൂടെ? കാരണം അതിനകത്ത് വെള്ളം കോരിക്കൊണ്ടവര് വീട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ. തൂവാതെ തുളുമ്പാതെ ഉള്ളത് അതേപടി വെച്ച് തരുന്ന ഞാനല്ലേ, പിന്നെ ഈ കുടത്തെ കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഇടത്തുഭാഗത്തിരുന്ന കുടം. അപ്പൊ ആ സമയത്ത് വൃദ്ധ പറഞ്ഞു കുടത്തിനോട്, നീ ഒന്ന് നോക്ക്, ഞാൻ പതിവായി വെള്ളം കോരാൻ പോകുന്ന ഒരു വഴിയുണ്ട്, അവിടെ ഒന്ന് നോക്ക്. വലതുഭാഗത്ത് മുഴുവൻ സസ്യവും പുഷ്പവും കായകളുമായി തളച്ചു നിൽക്കുക. ഇടതുഭാഗത്ത് മുഴുവൻ മരുഭൂമിയുമായി ഒന്നും മുളച്ചിട്ടില്ല. കാരണം ആ കുടം ഒന്നുമില്ലെങ്കിലും അതിലൂടെ വെള്ളം വീഴുമ്പോൾ പോകുന്ന വഴിയിൽ മുഴുവനും അത് വീണ് സസ്യങ്ങൾ മുളച്ച് അതിൽ കായും പൂവുമുണ്ടായി. ആ കുടം നടന്നുപോയ വഴിയിലെല്ലാം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിച്ചിട്ടാണ് പോയത്. ഇടതുഭാഗത്തെ കുടം നീ നിനക്കുള്ളത് അങ്ങനെ തന്നെ തൂവാതെ തുളുമ്പാതെ വെച്ചു. നിനക്കും ഗുണമുണ്ടായില്ല, നമുക്കായി നാടിനും ഗുണമുണ്ടായില്ല. കാവുവിള എന്നൊരു കൊച്ചു കുടുംബം, അവരുടെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിച്ചു പോയ ആയുസ്സുകളിൽ അവർ നടന്നുപോയ വഴികളിൽ അവർ കുറെ അവരുടെ കുലത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ചോർന്നു പോകുന്ന വഴിയിൽ കുറെ പച്ച സസ്യങ്ങൾ മുളപ്പിച്ചു. അഗതികൾക്ക്, അനാഥകൾക്ക്, വിധവകൾക്ക്, പാവപ്പെട്ടവർക്ക്, പള്ളിക്ക്, ഹാഫിദീങ്ങൾക്ക് അതിൽ നിന്ന് ഒത്തിരി മുളച്ചു. നാട്ടിൽ വേറെ മുതലാളിമാരുണ്ടായിരുന്നു. പക്ഷെ അത് പടം മാതിരി തൂവാതെ തുളുമ്പാതെ അതിന്റെ ഉള്ളിൽ മരിക്കണവരെ കടന്നു. മരിച്ചപ്പോൾ 3 തുണിയായിട്ട് പോയി. അള്ളാഹു നടക്കുന്നവരെ കിട്ടിയ ഒരായുസ് നാളെ മരിച്ചു പോയാൽ ഓർക്കാൻ മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുളപ്പിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اقسم نواكبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقب وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമുറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത പാപം എത്ര വലുതാണെങ്കിലും നിന്റെ മഗ്ഫിറത്ത് അതിനേക്കാൾ വിശാലമാണല്ലോ അല്ലാഹ്. നിന്റെ ഹബീബായ നബിയുടെ കൊച്ചാപ്പയുടെ കുടൽമാല കടിച്ചു പറിച്ച് ചവച്ചെറിഞ്ഞ് വഹിഷിക്ക് പോലും നീ മാപ്പ് കൊടുത്തല്ലോ റബ്ബേ. ഈ പാതിരാ സമയത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വപാപങ്ങളും പുറത്ത് ഋജുമാനസനായി നൈർമല്യ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. പൈശാചിക ദുർബോധനത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. പിശാചിന്റെ വലയിൽ ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. ആരുടെ മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്നവര് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ഞങ്ങളുടെ ഉസ്താദന്മാരുണ്ട്. എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. പടച്ചവനെ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് പുഞ്ചിരിയോടെ നടുവിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം നിലാവ് മാഞ്ഞു പോയതുപോലെ ശോകമുഖമൊക്കെ വിട പറഞ്ഞു പോയ ഹിയാക്കാണെന്ന സഹോദരൻ
റബ്ബേ ഖബറിലെ ആത്മാവിനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. നീ പറയുന്ന സഹോദരങ്ങളെ കച്ചവടക്കാരുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. ഗൾഫിൽ പാടുപെടുന്ന പ്രവാസികൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്, മൺഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ, അവരെ നീ കാത്തോളണേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടി ആലിമീങ്ങൾ, തുച്ഛ വരുമാനത്തിന് ജോലി ചെയ്യുന്നവർ, അവരെ കുടുംബത്തിൽ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അങ്ങ് അകലെ നിന്നെത്തിയ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് നീ ഒരു നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. ഈ ഹാഫിളീങ്ങളെ നീ ആലിമീങ്ങളാക്കണേ അല്ലാ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗം വരുത്തല്ലേ അല്ലാ. ഈ പാവങ്ങളായ സഹോദരിമാര് വളർത്തുന്ന പൊന്നു മക്കളെ നീ സൽസ്വഭാവികളാക്കണേ അല്ലാ. അവർക്കൊരു ഒന്നുപടിയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അവരാരെയും നിരാശരാക്കല്ലേ റബ്ബേ. പടച്ചവനെ ക്യാൻസർ ബാധിച്ചവർ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവർ, സന്താനമില്ലാത്തവർ, പലവിധ മാനസിക ശാരീരിക രോഗമുള്ളവർ, 10,000-കണക്കിന് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന റഹം ആബാഅനാ വ ഉമ്മഹാതിനാ കമാ റബ്ബൂനാ